സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും കാറിൽ നക്ഷത്ര ചിഹ്നം വെച്ച് യാത്ര ചെയ്ത മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ ഗതാഗത നിയമലംഘനത്തിന് കേസെടുക്കുമെന്ന വാർത്ത കോട്ടയം SP-യുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGP-യുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. കേസെടുക്കാൻ സംസ്ഥാന പോലീസിന് DGP രവത ചന്ദ്രശേഖർ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. ഷബീദ് റാവത്ത് വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഈ കഴിഞ്ഞ ദിവസമാണ് കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാകാനെത്തിയ വിരമിച്ച DGP ആയിട്ടുള്ള ടോമിൻ ജെ തച്ചങ്കരി അദ്ദേഹത്തിന്റെ കാറിൽ ഈ 3 നക്ഷത്ര ചിഹ്നം, അതായത് അധികാര ചിഹ്നമാണ്, അതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ കണ്ടതോടുകൂടി പെട്ടെന്ന് വാഹനത്തിന്റെ ബോർഡിന് സമീപത്തുള്ള ആ കാര്യങ്ങൾ മറയ്ക്കുകയും പിന്നീട് വാഹനം അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. എന്നാൽ പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇക്കാര്യത്തിൽ ഒരു പരാതി ലഭിക്കുന്നത്. ആ പരാതിയിൽ പറഞ്ഞത് ഇങ്ങനെ വിരമിച്ച ശേഷവും അധികാര ചിഹ്നം ഉപയോഗിക്കുന്നത് ആൾമാറാട്ടത്തിന് സമാനമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ കോട്ടയം പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപിലേക്ക് ആ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഗതാഗത നിയമലംഘനം ഉണ്ടായി എന്നുള്ള കാര്യം തന്നെ ഉറപ്പിക്കുന്നുണ്ട്. അതായത് മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി ഗതാഗത നിയമലംഘനം നടത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് DGP രവത ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ ഗതാഗത നിയമലംഘനത്തിന് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വലിയ വിവാദമായിരുന്നു. മാത്രമല്ല പോലീസ് സേനയ്ക്കകത്ത് തന്നെ അത്തരത്തിൽ വിരമിച്ച് 3 വർഷം മുൻപാണ് അദ്ദേഹം വിരമിക്കുന്നത്. വിരമിച്ച ശേഷവും ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വലിയ വാർത്തയും വലിയ വിവാദവും ഒക്കെ ആയിരുന്നു. അതിന് പിന്നാലെ ഏതായാലും ഇക്കാര്യത്തിൽ ഗതാഗത നിയമലംഘനത്തിന് കേസെടുക്കാൻ നിർദ്ദേശം അത് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്. താങ്ക് യു ഷബീദ് റാവത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.